ഹലോ എവ്രി വൺ. നമ്മുടെ 2025-2026 അധ്യയന വർഷത്തിൻ്റെ ഫൈനൽ എക്സാമിൻ്റെ ടൈം ടേബിൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ടൈം ടേബിൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യമേ എക്സാം വരുന്നത് 8ാം ക്ലാസ്സിൻ്റെ ടൈം ടേബിളാണ് മിസ് പറയുന്നത്. എക്സാം തുടങ്ങുന്നത് 6/3/2026 അതായത് മാർച്ച് 6, 2026 നമ്മുടെ ഫസ്റ്റ് എക്സാം തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യത്തെ എക്സാം വരുന്നത് ഒന്നാം ഭാഷയാണ്. ഒന്നാം ഭാഷ പേപ്പർ 1 ആണ് ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത്. സമയം കൂടെ നമുക്ക് നോക്കിയേക്കാം. സമയം ഉച്ചയ്ക്ക് 2-നും 3:45-നുമായിട്ടാണ് എക്സാം. 2 തൊട്ട് 3:45 വരെയാണ് നമ്മളുടെ എക്സാം. അതിനുശേഷം അടുത്ത എക്സാം വരുന്നത് ഒന്നാം ഭാഷ പേപ്പർ 2 ആണ്. അത് വരുന്നത് 10ാം തീയതിയാണ്. മാർച്ച് 10-നാണ് അടുത്ത എക്സാം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 6ാം തീയതിയിലെ എക്സാം കഴിഞ്ഞ് 7, 8, 9 3 ദിവസത്തിന് ശേഷമാണ് അടുത്ത എക്സാം വരുന്നത്. പഠിക്കാൻ നിങ്ങൾക്ക് ഒരു 3 ദിവസത്തെ ഗ്യാപ്പ് കിട്ടും അല്ലേ. പിന്നെ അടുത്ത എക്സാം വരുന്നത് ഇംഗ്ലീഷാണ്. 12ാം തീയതി മാർച്ച് 12 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:30 തൊട്ട് 3:15 വരെയാണ് നമ്മളുടെ മൂന്നാമത്തെ എക്സാം ആയിട്ടുള്ള ഇംഗ്ലീഷ് വരുന്നത്. അതിന് നോക്കിക്കേ, 10-ന് എക്സാം ഒരെണ്ണം കഴിഞ്ഞതിന് ശേഷം പിന്നെ 12-നാണ് അടുത്ത എക്സാം. ഒരു ദിവസത്തെ ഗ്യാപ്പേ ഉള്ളല്ലേ, ഒരു ദിവസമേ നമുക്ക് പഠിക്കാനുള്ളൂ. നോക്കിക്കേ, ഇനി അടുത്ത എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 17ാം തീയതിയാണ്. മാർച്ച് 17-നാണ് അടുത്ത എക്സാം വരുന്നത്. അത് അടിസ്ഥാന ശാസ്ത്രമാണ്. അടുത്ത എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 17ാം തീയതി മാർച്ച് 17 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30 തുടങ്ങി 3:45 വരെയാണ് എക്സാം. നോക്കിയാൽ എത്ര ദിവസം നമുക്ക് കിട്ടും. 12ാം തീയതിക്ക് ശേഷം 17ാം തീയതിയാണ് അടുത്ത എക്സാം. അപ്പോൾ 13, 14, 15, 16 4 ദിവസം നമുക്ക് ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. അടുത്ത എക്സാം ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന എക്സാം ആണ് 19ാം തീയതി മാർച്ച് 19-ന് ഗണിതം മാത്സ് ആണ് 19ാം തീയതി വരുന്ന അടുത്ത എക്സാം. 17ാം തീയതിയിലെ എക്സാമിന് ശേഷം തൊട്ടടുത്ത ദിവസം കഴിഞ്ഞ് 19ാം തീയതിയാണ് നമ്മളുടെ മാത്സിൻ്റെ എക്സാം. മാത്സിന് ആകെ ഒരൊറ്റ ദിവസമേ കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 12ാം തീയതിയിലെ എക്സാമിന് ശേഷം കിട്ടുന്ന ആ ഒരു 4 ദിവസത്തിൽ അഡ്ജസ്റ്റ് ചെയ്തൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. സബ്ജക്റ്റുകളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് 2-നും ഒരുപോലെ സമയമൊക്കെ കൊടുത്ത് ടൈം മാനേജ് ചെയ്ത് മാത്സിനുള്ള സമയം കൂടെ കണ്ടെത്താൻ ശ്രമിക്കുക. പിന്നെ അടുത്ത എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24ാം തീയതിയാണ്. 19ാം തീയതിയിലെ എക്സാമിന് ശേഷം മാർച്ച് 24ാം തീയതിയാണ് അടുത്ത എക്സാം വരുന്നത്. ഹിന്ദിയാണ് 24ാം തീയതിയിലെ എക്സാം. 24ാം തീയതി ഉച്ചയ്ക്ക് 1:30 തുടങ്ങി 3:15 വരെയാണ് ഹിന്ദിയുടെ എക്സാം വരുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 26ാം തീയതിയാണ് അടുത്ത എക്സാം വരുന്നത്. 26/3/2026 മാർച്ച് 26 വ്യാഴാഴ്ചയാണ് അടുത്ത എക്സാം വരുന്നത്. നോക്കി ഒരൊറ്റ ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ അല്ലേ. 24ാം തീയതിയിലെ എക്സാമിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞാൽ അടുത്ത ദിവസം 26ാം തീയതി കലാകായിക പ്രവൃത്തി പരിചയത്തിൻ്റെ എക്സാമാണ്. വർക്ക് എക്സ്പീരിയൻസിൻ്റെ എക്സാം വന്നു 26ാം തീയതി ആകുമ്പോഴത്തേക്കും. അതിനുശേഷം നമ്മളുടെ അവസാനത്തെ എക്സാമാണ് 27ാം തീയതി വരുന്നത്. 27 മാർച്ച് 27ാം തീയതി സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ എക്സാമോടുകൂടി നമ്മളുടെ ആനുവൽ എക്സാം കഴിയും. 27ാം തീയതി വെള്ളിയാഴ്ച മാർച്ച് 27 വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്ക് എക്സാം എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആകും. 27ാം തീയതി വരുന്ന എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ സ്റ്റഡീസ് ആണല്ലേ. 27ാം തീയതി സോഷ്യൽ സ്റ്റഡീസോടുകൂടി നമ്മളുടെ എക്സാമുകളൊക്കെ തീർന്ന് നമ്മൾ ഫ്രീ ആകും. ആ ഒരു ദിവസം ആവാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കാൻ തോന്നുന്നു. അപ്പോൾ ടൈം ടേബിളൊക്കെ വന്നു. ടൈം ടേബിളൊക്കെ കണ്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ ഒരു സന്തോഷ വാർത്തയായിട്ടാണ് മിസ് വന്നേക്കുന്നത്. നമ്മളുടെ ബ്രില്യൻ പാലയുടെ ക്ലാസ് 8-ൻ്റെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ലൈവ് പോകാൻ പ്ലാൻ ഇടുന്നുണ്ട്. നിങ്ങളുടെ എക്സാമിനോടനുബന്ധിച്ചിട്ട് ലൈവ് പോകുന്നുണ്ട്. അപ്പോൾ 1 ഷോട്ട് വീഡിയോസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും സമ്മറിയും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ബ്രില്യൻ പാല ക്ലാസ് 8-ൻ്റെ യൂട്യൂബ് ചാനലിൽ ടൈം ടേബിളുകൾക്കും ക്ലാസ്സുകളുടെ യൂട്യൂബ് ലൈവ് ഷെഡ്യൂളുകൾക്കും വേണ്ടിയിട്ട് ഫോളോ അപ്പ് ചെയ്യുക. കൃത്യമായി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. മിടുക്കരായിട്ട് പഠിക്കുക. എക്സാം നിങ്ങൾക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ. കൂടെ നിങ്ങൾക്ക് സഹായത്തിന്, നിങ്ങൾക്കൊരു സപ്പോർട്ടിനായിട്ട് ഞങ്ങളും കൂടെ ഉണ്ടാകും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. Brilliant Study Center.
India's #1 coaching center for NEET and JEE.